തക്കാളി ചിക്കൻ. അപ്പോൾ നമുക്ക് ഈ തക്കാളി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അധികം ആരും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് തക്കാളി എടുത്ത് കട്ട് ചെയ്തിട്ട് നല്ല പോലെ കൈവച്ച് ഞരടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് മുളക് പൊടി ആവശ്യത്തിന് എരിവിന്, പിന്നെ കുരുമുളക് ഇച്ചിരി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാലയും കൂടി ഇടണം കേട്ടോ. ചിക്കൻ മസാല നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കൂടി ഒന്ന് വീണ്ടും ഞരടി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കിലോ ചിക്കനാണ് കേട്ടോ. ചിക്കനും കൂടി അതിലോട്ടിട്ട് അതും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. തവിയൊന്നും എടുക്കണ്ട. തവിയൊന്നും എടുത്ത് അത്ര ടേസ്റ്റൊന്നും കിട്ടൂല. നമ്മുടെ കൈയല്ലേ, നമുക്ക് കൈവച്ചിട്ട് റെഡിയാക്കാമല്ലോ. അപ്പം ഞാൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നേരെ ഇത് അടുപ്പിലോട്ട് വെക്കാം. അങ്ങനെ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിലേക്ക് വെച്ചു, ഫ്ലെയിം ഓൺ ചെയ്തു, അങ്ങനെ മൂടി വെച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തു. നേരത്തെ ഇടാൻ മറന്നുപോയി ഗൈസ്. നേരത്തെ ഇട്ടിട്ട് ഞരടേണ്ടതാണ്, അത് മറന്നുപോയി ഗൈസ്. അപ്പം അങ്ങനെ നമുക്ക് മൂടി വെക്കാം. ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഗ്രേവിയിൽ നിന്ന് ചിക്കനൊക്കെ കോരി മാറ്റി എടുക്കുകയാണ്. അങ്ങനെ ഇത് ഞാനെല്ലാം കോരി മാറ്റി. അപ്പം ഫ്രൈ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ നല്ലപോലെ ചൂടായി വന്നു. അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ മൊത്തം ഫ്രൈ ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഒരു മൺചട്ടി വെച്ചു. മൺചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു പിടി കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ, നമ്മുടെ തക്കാളി ചിക്കൻ്റെ ഗ്രേവി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് എന്താ ചേർക്കേണ്ടത്? പറയൂ, വേഗം പറയൂ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനെല്ലാം നല്ലപോലെ ആ ഗ്രേവിയിൽ കിടന്നിട്ട് 2-3 തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ തക്കാളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മളിൽ അധികം ആരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.